ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ചിറാപുഞ്ചി മഴയത്ത് റീലെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഇസു. അപ്പോൾ നമ്മൾ പോയത് ആളം റോഡാണ് കേട്ടോ. ഇന്ന് എടപ്പാളും അയലക്കാടിൻ്റെയും ബിയ്യത്തിൻ്റെ ഒക്കെ ഒരു സെൻട്രലിൻ്റെ ദ്വീപുകളാണ് കേട്ടോ, ആളം ദ്വീപ്. അപ്പോൾ ഞങ്ങൾ അയലക്കാട് വഴി ടച്ച് ചെയ്തിട്ടാണ് പോയത്. രണ്ട് സൈഡിൽ ഫുട് പാത്തൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് അയലക്കാട്. അങ്ങനെ എത്തിയപ്പോൾ നല്ല മഴ. ആ മഴയത്തൊന്ന് കയറി നിന്നു. ഇവളാണെങ്കിലോ റെയിൻകോട്ട് കൊണ്ടുവരാതെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ വാവാച്ചി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് സമയം ആളം ദ്വീപിലേക്ക് കടന്നില്ല കേട്ടോ. കാരണം ദ്വീപിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല വെള്ളമാണ്. പിന്നെ വേറെ റൂട്ടുണ്ട് എനിക്ക് പോകാൻ എളുപ്പത്തിന്. പക്ഷേ ഇവരെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ റൂട്ട് പോയില്ല. പിന്നെ റുക്സാനത്തി ഉണ്ട് കേട്ടോ കൂടെ. അങ്ങനെ വാവാച്ചിക്കുട്ടി നല്ല അടിപൊളിയായി എൻജോയ് ചെയ്തു. ഞങ്ങൾ റീലിലേക്കുള്ള കുറച്ച് തകർപ്പൻ കുറച്ച് വീഡിയോസും അതൊക്കെ എടുത്ത് ക്ലിപ്പിങ്സൊക്കെ എടുത്ത് അവിടെ കുട്ടികൾ അടിപൊളിയായി നല്ല കുളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. രണ്ട് സൈഡും അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് തകർപ്പൻ റീൽസൊക്കെ എടുത്ത് മഴ അധികം പെയ്തില്ല കേട്ടോ. അത് കുറച്ചൊന്നും മൂഞ്ചിയ അവസ്ഥയായി. പക്ഷേ ആ മഴ പെയ്തില്ലെങ്കിലും നമ്മൾ ആഗ്രഹിച്ച് നടന്നില്ലെങ്കിലും നമുക്കായി വിധിച്ചതുണ്ടാവും എന്ന് പറഞ്ഞ പോലെ അത് കളർഫുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബൈക്ക് എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ അയലക്കാടെത്തി. അയലക്കാട് അടിപൊളിയാണ് കേട്ടോ. ഈ സൺസെറ്റ് കാണാൻ നല്ല രസമുണ്ട്. ഒരുപാട് ഫാമിലീസ് ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് സമയം അവിടെ ഇരുന്നു. അന്ന് യോഗയുടെ ആയിരുന്നു. കുറച്ചൊന്ന് വീഡിയോസ് അതിന് വേണ്ടി പോസ്റ്റ് ചെയ്തെടുത്തു. വാവാച്ചിക്കുട്ടി ഒരു ഐസ്ക്രീമും മേടിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ കുറച്ച് സമയം ഫുട്പാത്തിലൊക്കെ നടന്നു. എൻ്റെ ഓപ്പോസിറ്റ് അയലക്കാട് ബണ്ട് തന്നെ പറയാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് നടക്കണം. അവിടെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നാളും എടപ്പാൾ എൻ്റർപ്രണേഴ്സിലെ നല്ല കൂട്ടാണ് കേട്ടോ. ഈസുവിനെ പിന്നെ അറിയാമല്ലോ, എൻ്റെ മൈലാഞ്ചി ഗുരു. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് അവിടെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല വൈബും നല്ല കാറ്റും. എന്താ പറയുക, പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു മൊമെൻറ്റ്സാണ് കേട്ടോ ഇത്. അങ്ങനെ വാവാച്ചിക്കുട്ടിയും ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ അവിടെ ചുറ്റി. പിന്നെ കുറേ പേരിൻ്റെ സ്റ്റാറ്റസ് സ്റ്റോറി കണ്ടപ്പോൾ എവിടെയെന്ന് വെച്ചിട്ടോ. ഇത് നമ്മൾ എടപ്പാൾ അയലക്കാടാണ്. ഗൂഗിളിലടിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെ ജയ്ഷ ബേബിനായിട്ട് കുറച്ച് സമയം വാവാച്ചിക്കുട്ടി നടന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നല്ലൊരു ചായയും കുടിച്ചു. ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോന്നു. അപ്പോൾ എങ്ങനെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഷെയർ ചെയ്യാൻ മറക്കണ്ട.